ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. ഹരിനാമ കീർത്തനം ജപിക്കാത്തവർ അല്ലെങ്കിൽ അത് കേൾക്കാത്തവർ, അത് നിത്യജീവിതത്തിലെ ഭാഗമാക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാർ ജപിക്കുകയും അത് കേട്ട് അതിനടുത്ത തലമുറകൾ അത് കേട്ട് ജപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായ ഗ്രന്ഥമാണ് ഹരിനാമ കീർത്തനം. ഇത് മഹാനായ എഴുത്തച്ഛൻ എഴുതിയത് ലോകോപകാരപ്രദമായി എഴുതിയതും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ബ്രഹ്മജ്ഞാനം ഉദിക്കുവാൻ വേണ്ടിയും കൂടിയാണ് അദ്ദേഹം ഇത് എഴുതിയത്. അപ്പോൾ സ്വന്തം മകൾ ബ്രഹ്മത്തെ തിരിച്ചറിയണം, അതിൻ്റെ ഭാവത്തെ, രൂപത്തെ, സ്വഭാവങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് എങ്ങനെ ബ്രഹ്മത്തെ ഉൾക്കൊള്ളണം എന്ന് വളരെ ലളിതമായ രീതിയിൽ എങ്കിലും ഗഹനമായ അർത്ഥത്തിലാണ് ഭഗവാനത്, ശ്രീ എഴുത്തച്ഛനത് എഴുതിയിരിക്കുന്നത്. തൻ്റെ ഇഷ്ടദേവതയായ ബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അദ്ദേഹം വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ആ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. നമ്മളിത് നിത്യേനയൊക്കെ പാരായണം ചെയ്യുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, ഇതിൽ യഥാർത്ഥമായിട്ടും എഴുത്തച്ഛൻ വിവരിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കാതെ തന്നെയാണ്. ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്, എങ്കിലും അത് ചിന്തിക്കാതെ ഒരു സാധാരണ ഗ്രന്ഥം അല്ലെങ്കിൽ നാമകീർത്തനമൊക്കെ ജപിക്കുന്ന പോലെ അങ്ങ് ജപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പരബ്രഹ്മസ്വരൂപനായ ഓംകാരരൂപമായ ആ ഈശ്വരൻ്റെ ആ പൊരുളിനെ കുറിച്ചാണ് ഒന്നാമത്തെ ശീലി മുതൽ അവസാനം വരെയും എഴുത്തച്ഛൻ ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന ധാരാളം യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കേൾക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിൽ ചില കാര്യങ്ങൾ, ഇതെന്നെ സ്പർശിച്ച വളരെ നമുക്ക് വളരെ ലളിതമായി ഉപനിഷത്ത് സാരാംശങ്ങളെല്ലാം ബ്രഹ്മജ്ഞാനമൊക്കെ വളരെ ലളിതമായി വളരെ ഗഹനമായി ഇതിനകത്തിൽ നമുക്ക് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ വേദാന്തമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഇതിലെ ഒരു ശ്ലോകത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഈ വരികളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അർക്കൻ, ആദിത്യൻ, അഗ്നി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ മുതലായവ തേജസ്സോടുകൂടി ഇങ്ങനെ പ്രകാശിക്കുന്നു. ആദിത്യൻ, അഗ്നി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ മുതലായവയുടെ ആ ശോഭയെ, തേജസ്സിനെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് വേണം? നമ്മുടെ കണ്ണ് വേണം. നമ്മുടെ കണ്ണിലൂടെയാണ് നാം ഇതിൻ്റെ ഈ തേജസ് കാണുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് കാണാനുള്ള നമ്മുടെ കണ്ണ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൊന്നാണല്ലോ കണ്ണ്. ആ പഞ്ചേന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവം നമുക്കത് അനുഭവിക്കാൻ, ഇപ്പോൾ സൂര്യൻ്റെ തേജസ് കാണുമ്പോൾ സൂര്യൻ ജ്വലിക്കുന്നു എന്ന്, അല്ലെ നക്ഷത്രങ്ങളുടെ ശോഭ കണ്ട് ആകാശത്ത് അനേകം നക്ഷത്രങ്ങളുണ്ട് എന്ന്, അതിനെല്ലാം നല്ല സൂര്യശോഭയുണ്ട് എന്ന്, അഗ്നിക്ക് ചൂടുണ്ട് എന്ന് സ്പർശനത്തിലൂടെ അറിയുന്നു, അതിന് പ്രകാശമുണ്ടെന്ന് കണ്ണിലൂടെ അറിയുന്നു. ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന കാര്യങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കണമെങ്കിൽ, അത് നമുക്ക് സ്വായത്തമാകണമെങ്കിൽ നമുക്ക് എന്തു വേണം? മനസ്സും കൂടെ ഈ പഞ്ചേന്ദ്രിയങ്ങളോടൊപ്പം പ്രവർത്തിക്കണം. മനസ്സാണ് പഞ്ചേന്ദ്രിയങ്ങളെ
പ്രവർത്തിപ്പിക്കുന്ന അകക്കണ്ണ്. അപ്പോൾ ആ മനസ്സ് അകക്കണ്ണാകുന്ന ആ അകക്കണ്ണാകുന്ന കണ്ണ് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ നമുക്കത് അനുഭവവേദ്യമാവുകയുള്ളൂ. അപ്പോൾ മനസ്സ് നേരെ നിൽക്കാത്ത വ്യക്തിക്ക് എന്ത് കാഴ്ചകൾ കണ്ടാലും എന്ത് അനുഭവങ്ങൾ വന്നാലും അതൊന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കത്തില്ല. അപ്പോൾ നമ്മുടെ അകക്കണ്ണാകുന്ന ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ നമുക്ക് വേദ്യമാകുന്നത്. എന്നാലോ ഈ അകക്കണ്ണാകുന്ന മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ആ മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്ന കണ്ണിനെ കുറിച്ചാണ് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ആ കണ്ണായിരുന്ന പൊരുൾ, അകക്കണ്ണാകുന്ന ആ മനസ്സിനെയും പ്രകാശമാനമാക്കുന്ന ആ പൊരുളാണ്. ഏതാണ് അത്? താൻ തന്നെയാണ് എന്ന് ഉറയ്ക്കുമ്പോൾ, അത് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എത്ര വലുതാണ് അല്ലയോ ഹരി നാരായണ. അപ്പോൾ അങ്ങ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ മനസ്സാകുന്ന ആ കണ്ണിനും കണ്ണായിരിക്കുന്നത്. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ കണ്ണാണ് മനസ്സ്. ആ കണ്ണിനും കണ്ണായിരുന്ന ആ പൊരുൾ അവിടുന്നാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയിൽ എനിക്ക് കിട്ടുന്ന ആനന്ദം എത്ര വലുതാണ് ഭഗവാനെ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ആ അകക്കണ്ണ് എന്ന് പറയുന്നത് എല്ലാം ഇന്ദ്രിയങ്ങളിലെയും മനസ്സിനെയും അഹംബോധത്തെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഏതാണ്? ഭഗവാനാകുന്ന ആ പരമ്പൊരുളാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ, എന്നിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന പരമാനന്ദം എത്രയോ വലുതാണെന്നാണ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ആ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ പരമാത്മ ചൈതന്യം നമ്മുടെ ഓരോ ജീവകോശങ്ങളിലും പ്രവർത്തിച്ച് ആ ആത്മാവ് ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോന്നിനെയും എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു, അങ്ങനെ ചിന്തിച്ച് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നാം ഓരോന്നും സ്പർശനവും കാഴ്ചയും കേൾവിയും സ്വാദും മണവും എല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള കെട്ടുപാട് കൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്. ആ മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളെ സംസ്കാരമാക്കി സ്ഥിരമായ ഒരു സാംസ്കാരിക രൂപമാക്കി മാറ്റി അത് നമ്മുടെ ഇനിയുമുള്ളത് ആ ജന്മാന്തരങ്ങളിലേക്ക് ഉള്ള ഒരു സംസ്കൃതിയുടെ ഭാഗമാക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സാണ്. ആ സൂക്ഷ്മമായ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശരീരമാണ് മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഉണ്ടെങ്കിലേ ഈ മനസ്സിലൂടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് നേടുന്ന ആ കാര്യങ്ങൾ മനസ്സിലൂടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും അത് പിന്നീടുള്ള കർമ്മങ്ങൾക്ക് വിളനിലമായി മാറുകയും ചെയ്യാൻ അതിനെയും പ്രവർത്തിപ്പിക്കുവാൻ എന്തു വേണം? ഭഗവാന്റെ ചൈതന്യം തന്നെ വേണം. അപ്പോൾ ഭഗവത് ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വെളിച്ചമേകുന്നു, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്ക് വിളനിലമായി മാറുന്നു. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങൾ തീർക്കുവാനും വീണ്ടും പുതിയ കർമ്മങ്ങൾ ആർജിക്കുവാനും നമ്മുടെ സംസ്കൃതിയെ പരിപക്വമാക്കിയെടുക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു അകക്കണ്ണെന്ന് പറയുന്ന ഭഗവാന്റെ കണ്ണ് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പരമാനന്ദം, ഞാൻ ഭഗവാൻ തന്നെയാണല്ലോ, എന്നിലിരിക്കുന്ന ശക്തി ഭഗവത് ചൈതന്യമാണല്ലോ എന്ന് ഓരോ
വ്യക്തിയും തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ നിർവൃതിയെക്കുറിച്ചാണ് എഴുത്തച്ഛൻ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ എഴുത്തച്ഛൻ്റെ ഓരോ ശ്ലോകങ്ങളും ഹരിനാമ കീർത്തനത്തിലെ ഓരോ ശ്ലോകങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ബ്രഹ്മത്തെ തിരിച്ചറിയുവാനുള്ള പരബ്രഹ്മസ്വരൂപനായ ആ ഓംകാരസ്വരൂപനായ ഗോപികാരമണനായ ഭഗവാന്റെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് ആ ഓരോ വരികളിലൂടെയും നമുക്ക് കാട്ടിത്തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗവതം എഴുത്തച്ഛൻ്റെ വിവർത്തനമായ ആ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഭക്തിയുടെ ഒരു ആനന്ദ സാഗരത്തിലേക്ക് എടുത്തു ചാടാൻ കഴിയുന്നത് ആ എഴുത്തച്ഛൻ്റെ അനിർവചനീയമായ ഭക്തിയുടെ ഭാവപ്രകടനം കൊണ്ടാണ്. അത് അദ്ദേഹം ആ ഒരു തലത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഭാഗവതം നമുക്ക് ഇത്രയും വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വായിക്കാൻ തുടങ്ങുന്ന ഏതൊരു വ്യക്തിക്കും പരിവർത്തനങ്ങളുണ്ടാകും. ഭക്തി ആഗ്രഹിക്കാൻ, ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ. ആ ഭക്തിയിലൂടെ ലഭിക്കുന്ന ആ ഒരു ആനന്ദം, ഭഗവാനിലേക്ക് വരുന്ന ഒരു ആനന്ദം കിട്ടണമെങ്കിൽ നമ്മൾ ഭാഗവതം വായിച്ചു തുടങ്ങണം. ഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങളും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പരമമായ ഒരു ആനന്ദമുണ്ട്. ഒരു ഭക്തിയുടെ ഒരു ലെവലിലേക്ക് ആർക്കാണോ ഭക്തി ആഗ്രഹിച്ച് ഭഗവാനിൽ തന്നെ പൂർണ്ണമായ ഭക്തി ഉറയ്ക്കണം എന്ന് ആഗ്രഹിച്ച് വായിക്കാൻ തുടങ്ങേണ്ട ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. ഭാഗവതം വായിക്കാൻ തുടങ്ങുന്ന ഓരോ വ്യക്തിയും ഭക്തിയുടെ ഒരു അനിർവചനീയമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. ജ്ഞാനത്തിലൂടെ ഭഗവാനെ ലഭിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുവാനുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് ജീവിതത്തിന് അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച്, മനസ്സിനെ ഉയർത്തുവാനുള്ള ആ പരമമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നു. എന്നാൽ ഭക്തിയിലൂടെ ഭഗവാനുമായി രമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും വായിക്കേണ്ട, നിത്യപാരായണത്തിന് ഉപയോഗിക്കേണ്ട ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി ഇങ്ങനെ ഒരു നദിയിലേക്ക് ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവി കണക്കെ നമ്മുടെ മനസ്സിങ്ങനെ ഒഴുകാൻ തുടങ്ങും. പെതുക്കെ ഒരു ചെറിയ ഒരു നീർച്ചാല് പോലെ പെതുക്കെ ഒഴുകി വരുന്ന ആ ജലപ്രവാഹം, ആ ഭക്തിയാകുന്ന പ്രവാഹം ക്രമേണ അത് വലുതായി അത് എവിടെ നിന്നോ അതിൻ്റെ ഉത്ഭവം നമ്മൾ തേടി ചെന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളാണ്. അവിടവും തേടി ചെന്ന് കഴിഞ്ഞാൽ ആ ഉത്ഭവം ഭഗവാനിൽ നിന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഭഗവാനിൽ നിന്ന് ഭക്തരുടെ ഹൃദയങ്ങളിലേക്കുള്ള ഒരു ചാലാണ്, ഭക്തിയുടെ ഒരു നീർച്ചാലാണ് ഭാഗവതം. അതിങ്ങനെ ഒഴുകി ഒരു വലിയ ജലാശയമായി, ഒരു നീർച്ചാലായി ഒഴുകി അതൊരു നദിയിലേക്ക് പ്രവഹിക്കുന്നു. ആ പ്രവാഹം ശക്തമായിട്ടിങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ച് എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത്? അത് മഹത്തുക്കളായിട്ടുള്ളവരുടെ വചനങ്ങൾ കേൾക്കുകയും ഭാഗവതോത്തമന്മാരായിട്ടുള്ളവരുടെ അവരുടെ അനുഭവങ്ങൾ ശ്രവിക്കുകയും മറ്റ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ വായിക്കുകയും അത് മനനം ചെയ്യുകയും ഭഗവാന്റെ കഥകൾ ശ്രവണം ചെയ്യുകയും ഭഗവത് സ്തുതികൾ, കീർത്തനങ്ങൾ നിത്യമായി നിരന്തരമായി പാരായണം ചെയ്യുകയും ഭഗവാനെ എപ്പോഴും, നിത്യമെന്ന് പറഞ്ഞാൽ പറ്റില്ല, എപ്പോഴും നിരന്തരം ഓരോ ശ്വാസത്തിലും ഭഗവാൻ തന്നെയാണല്ലോ എനിക്ക് ഈ ശ്വാസം തന്നത്, ഈ ശ്വാസം നിലനിർത്തുന്നത് ഭഗവാൻ എന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ എന്ന ബോധത്തിലൂടെ ഈ ഭക്തിയുടെ ഈ നീർച്ചാലിൻ്റെ വലിപ്പം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതങ്ങനെ ഒരു നദിയിലേക്ക് പ്രവഹിക്കുന്നു. ആ നദി ഒരു മഹാസമുദ്രത്തിലേക്ക് തന്നെ ചെന്ന് ലയിക്കുന്നു. അതാണ് ഭഗവാനിലേക്ക് തന്നെ ഭക്തി ഒഴുകി അവിടേക്ക് തന്നെ എത്തുന്നു. ഇതൊരു നിരന്തര സാധനയുടെ ഫലമാണ്. അല്ലാതെ നമ്മൾ
പ്രത്യേക സമയത്ത് നാമജപത്തിൽ ഏർപ്പെട്ടിട്ട് മറ്റ് കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിച്ച് മറ്റുള്ളവരുമായി മനസ്സും ശരീരമൊക്കെ പങ്കുവെച്ച് അവരുടെ കൂടെ ഇരിക്കുകയും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സമയം സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഭക്തി ഒഴുകി വന്ന നീർച്ചാലിന് പരിമിതി ഉണ്ടാവുകയും വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. വീണ്ടും ആ നീർച്ചാൽ എവിടെ എന്ന് കണ്ടെത്തി പരിശോധിച്ച് വീണ്ടും അതിൻ്റെ ഒഴുക്കിനെ തിരിച്ചു വിടുന്നത് ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മജ്ഞാനത്തിലേക്ക് തിരിയുന്ന ഓരോ വ്യക്തിയും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വന്ന വഴിയിൽ നമ്മൾ തട്ടിപ്പിടഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ നിലയുറച്ചു പോകുവാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി സ്ഥിരമായ അനുഷ്ഠാനത്തോടുകൂടി മറ്റുള്ള ഒരു ബാഹ്യ ശക്തിക്കും സ്വാധീനിക്കാൻ കഴിയാതെ അവനവൻ്റെ ഉള്ളിലെ ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാക്കി ഈ ഭഗവാനിലേക്കുള്ള യാത്രയെ മാറ്റിയാൽ മാത്രമേ ഇതൊരു നിരന്തര സാധനയായി നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. ഭഗവാനോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് കിട്ടുമോ എന്ന് പരിശോധിച്ചറിയുക തന്നെ വേണം. കിട്ടുകയില്ല എന്ന് ഞാൻ പറഞ്ഞാലും കിട്ടുന്നവർ ധാരാളം ഉണ്ടാകും. അവർ അപ്പോൾ കരുതും, എനിക്ക് ഈ ആത്മജ്ഞാനത്തിനേക്കാൾ എത്രയോ നല്ലതാണ് ഭൗതികജ്ഞാനം. ഭൗതികത്തിലൂടെ പോകുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അപരിമേയമായ ശരീരത്തിനും നമ്മുടെ ഭൗതിക ജീവിതത്തിനും കിട്ടുന്ന സുഖം, അത് ആത്മീയമായി സഞ്ചരിക്കുന്നവർ, ഏകാന്തത്തിലിരിക്കുന്നവർ, ഭഗവാനോട് മാത്രം, എവിടെയോ ഇരിക്കുന്ന ഒരു ഭഗവാനോട് മാത്രം സംവദിക്കുന്നവർക്ക് എന്ത് സുഖം ലഭിക്കാനാണ്, എന്ത് സമാധാനം ലഭിക്കാനാണ്, എന്ത് ഭൗതിക നേട്ടങ്ങൾ ലഭിക്കാനാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഭൗതിക നേട്ടങ്ങളെക്കാൾ എത്രയോ വലുതാണ് അവനവൻ്റെ മനസ്സിന് കിട്ടുന്ന ഉയർച്ച, അവനവന് കിട്ടുന്ന ജ്ഞാനം, എന്തിനാണ് ഞാനിവിടെ വന്നത് എന്നുള്ള തിരിച്ചറിവ്. അതെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ആത്മീയതയും ഭൗതികതയും ഒരു ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അത് ക്രമേണ ഒരു വശമായി മാറുകയും ആത്മീയതയ്ക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് നാം ക്രമേണ പോവുകയും ചെയ്യും. അല്ലാതെ ഭൗതികതയിലേക്ക് മാത്രം ജീവിച്ച് അതുമാത്രമാണ് ജീവിതം, ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ അതെല്ലാം ചുമ്മാതെ മരണശേഷം മാത്രം കിട്ടുന്നതാണ്. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഭൂമിയിൽ ഈ കാണുന്നതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടത് എന്നൊക്കെ ചിന്തിച്ച് മൂഢാത്മാക്കളായി ജീവിക്കുവാൻ മെനക്കെടരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അജ്ഞത കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ഭൗതിക ജീവിതത്തിനൊരു പരിമിതിയുണ്ട്. അതിന് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരു പരിമിതമായ സമയങ്ങളും ഒക്കെയുണ്ട്. ആ പരിമിതിക്കപ്പുറം നമുക്ക് നിരന്തരം ഈ ഭൂമിയിലെ ജീവിതത്തിലും ഇതിന് ശേഷവും എല്ലാം ഒരേ ഒരു ഡ്യൂട്ടിയേ നമുക്കുള്ളൂ. അതിനിടയ്ക്ക് കിട്ടിയ ജീവിത ഡ്യൂട്ടികളാണ്, കർമ്മങ്ങളാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റിയ, എല്ലായ്പ്പോഴും നിരന്തരം സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ആത്മീയമായിട്ടുള്ള അറിവിലൂടെ ഭഗവാനെ തിരിച്ചറിഞ്ഞുള്ള ജീവിതം. ആ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന ആർക്കും, അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആർക്കും ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാവുകയില്ല, വലിയ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. അവർ വളരെ ശാന്തമായ ജീവിതം, അവർക്ക് തന്നിരിക്കുന്ന ആ കർമ്മം പൂർത്തിയാക്കുന്നവരെയും ആ ശരീരത്തിൽ നിന്നുകൊണ്ട് ആ ജീവിതം പൂർത്തീകരിച്ചിട്ട് ഭൗതികമായിട്ടുള്ള അറിവ് സംഭരിക്കുന്നതിനോടൊപ്പം ഭഗവാനോടുള്ള ആ ഒരു അറിവും കൂടി നേടുവാനുള്ള ഒരു അവസരമാണല്ലോ ഈ ശരീരത്തിലിരിക്കുന്ന ആ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നാം ഓരോരുത്തരും ആ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നു. ആ ജീവിതത്തിനൊരു സാഫല്യം കൈവരുന്നു. നമ്മുടെ തിരിച്ചു കടന്നു പോകുമ്പോൾ കൊണ്ടുപോകുവാൻ നമുക്ക് കുറേ നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഈ ഭൗതികമായി അനുഭവിച്ച സുഖങ്ങളോ സമ്പത്തോ പദവിയോ മറ്റ് സ്ഥാനമാനങ്ങളോ ബന്ധങ്ങളോ
സ്നേഹത്തിൻ്റെ അല്ലെ ബന്ധനങ്ങളുടെ ഒക്കെ പേരിലുണ്ടാകുന്ന ആ കൂട്ടായ്മകളോ ഇത് വല്ലതും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയുമോ? പിന്നെ എന്താണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്? നാം എത്ര കാലം എത്ര നാള് ഭഗവാനുമായിട്ടൊന്നിച്ചിരുന്നു, ആ ഒരു അറിവ്, ആ ഒരു ആത്മജ്ഞാനം, ഭഗവാന്റെ അനുഗ്രഹം, ഇതാണ് നമുക്ക് കിട്ടുന്ന അസറ്റ്. ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം 100 മേനി ഫലങ്ങളായിരിക്കും ഭഗവാൻ അവിടെ കൊടുക്കുന്നത്. കാരണം ആത്മബോധത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അധർമ്മം ചെയ്യുകയില്ല, ആർക്കും വേണ്ടി ഒരു ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയില്ല. ഏത് കർമ്മം ചെയ്താലും അത് മറ്റുള്ളവർക്കും കൂടി സുഖം കിട്ടുന്ന കർമ്മങ്ങളെ, അല്ലെ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ. ആരെയും ഉപദ്രവിക്കുകയോ അസത്യം പറയുകയോ അധർമ്മത്തിലൂടെ വെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. വളരെ സത്യസന്ധമായ ശാന്തമായ ജീവിതത്തിന് ഉടമകളായി മാറും. ആ സത്യസന്ധതയും ആ പ്യൂരിറ്റിയുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ സമ്പത്തുകളായി നമുക്ക് തിരികെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുക. ഹരിനാമ കീർത്തനം നിത്യേന പാരായണം ചെയ്യുക. ഇതിലെ ഒരു ശ്ലോകം എൻ്റെ മനസ്സിൽ തടഞ്ഞത് പറഞ്ഞെന്നേയുള്ളൂ. അതിനു മുമ്പ് ഓംകാരമായ പൊരുളെന്ന് തുടങ്ങുന്നിടം മുതൽ വളരെ അർത്ഥഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ വളരെ വിശാലമായിട്ടുള്ള അർത്ഥം, വളരെ ഗഹനമായ അർത്ഥങ്ങളുള്ള ആ ഭാഗങ്ങൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. എല്ലാവരെയും ഭഗവാൻ പരമാവധി ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി സഹായിക്കട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.